ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാരറ്റ് ഹൽവയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ക്യാരറ്റ് ഹൽവ നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ ഒന്ന് മെനക്കെട്ടാൽ മതി, നല്ല അടിപൊളി ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്കൊരു 3 ക്യാരറ്റ് മതി നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ അളവുകളിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്യാരറ്റ് ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാരറ്റ് 250 ഗ്രാം അളവിലാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചെറിയൊരു ബീട്രൂട്ടാണ്. ബീട്രൂട്ട് മുഴുവനായിട്ട് വേണ്ട. ഈ ഒരു ബീട്രൂട്ടിൽ നിന്ന് ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് മാത്രം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. നമ്മളിതൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ബീട്രൂട്ട് കൂടെ ഒന്ന് ചേർത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ നമ്മൾ തയ്യാറാക്കി എടുത്തു വരുന്ന സമയത്ത് നല്ലൊരു കളറിൽ കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടും ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ക്യാരറ്റും ബീട്രൂട്ടും നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല തിക്കായിട്ട് ഈ ഒരു ക്യാരറ്റ് ഹൽവ കിട്ടുള്ളൂ. ഇനി 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ആ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. ആദ്യം വലിയ ഹോളുകളുള്ള ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം അത് ചെറിയൊരു ഹോളുള്ള ഒരു അരിപ്പയിലൂടെയാണ് ഈ ഒരു ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ ജ്യൂസിലുള്ള എല്ലാ ക്യാരറ്റിന്റെ കൊത്തുമൊക്കെ ഒന്ന് മാറി വരണം. നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ട് ഈ ഒരു ജ്യൂസ് കിട്ടണം. ആ ഒരു രീതിക്ക് വേണം ഒന്ന് അരിച്ച് എടുക്കാനായിട്ട്. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം അരിച്ചെടുത്തപ്പോഴും ഇത്രയും ക്യാരറ്റിന്റെ കൊത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റിന്റെ കൊത്ത് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടണം. ഈ ഒരു രീതിക്ക് ആകുന്ന വരെ നമ്മളിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ 250 ഗ്രാം അളവ് ക്യാരറ്റിന് ഈ 1 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവായിരിക്കും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മധുരത്തിൽ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പഞ്ചസാര വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നടുഭാഗത്ത് മാത്രമേ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഈ സൈഡ് കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ലായനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ കയ്യിൽ ഒരല്പം ഒന്ന് തൊട്ട് നോക്കിയിട്ട് 2 വിരലുകൾക്കിടയിൽ ഒന്ന് ആക്കിയതിനു ശേഷം വിരലൊന്ന് അകറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിരലുകൾക്കിടയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നൂൽപരുവത്തിലായി വരണം. നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായി വരേണ്ട ആവശ്യമില്ല. ആ ഒരു നൂൽപരുവം ഒന്ന് സ്റ്റാർട്ടായി വരുന്ന രീതിക്ക് ആവുന്നവരേക്കും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇത് ക്രിസ്റ്റലായിട്ട് മാറാതെ ഇരിക്കും ഈ ഒരു പഞ്ചസാര ലായനി. അതിലേക്ക് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ജ്യൂസ് ചേർത്ത് ഒരു 5 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ കൈ എടുക്കാതെ വേണം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് കിട്ടും. പൂർണ്ണമായിട്ടും ഒന്ന് തിക്കായിട്ട് വരുന്നവരേക്കും നമുക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം.
നല്ലതുപോലെ ഈ ഒരു പരുവത്തിലൊന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. നല്ലതുപോലെ ഒന്ന് തിക്കായി വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ഒരു കുക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് 4 സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ 2 മിനിറ്റ് ഇടവിട്ട് നമുക്ക് 4 സ്പൂൺ നെയ്യും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യ് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയുടെ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ കാണാനും ശരിക്കുള്ള ആ ഒരു ഹൽവ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുള്ളൂ. 2 മിനിറ്റ് ഇടവിട്ട് നമുക്ക് ഓരോ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ 4 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയാണ്. ഞാനൊരു 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നട്ട്സ് ആണ്. അപ്പം ഞാൻ കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൽവ നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും. നമ്മൾ പാനിൽ നിന്ന് ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൽവ മുഴുവനായിട്ടൊന്ന് നീങ്ങുന്ന ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഈ ഒരു പരുവം ആവുന്നവരേക്കും വേണം നമ്മൾ ഈ ഹൽവ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ കോൺഫ്ലോർ ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് മാറി നമുക്ക് തിക്കായിട്ട് കിട്ടേണ്ട ആ ഒരു പരുവത്തിലൊന്ന് കിട്ടുള്ളൂ. ഇപ്പൊ ദാ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാവുന്ന വരെ നമുക്ക് ഹൽവയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലൊരു സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് എള്ളും കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഹൽവ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൽവയൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഹൽവ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആ പാത്രം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഹൽവ തയ്യാറാക്കി തുടങ്ങാനായിട്ട്. ഇപ്പൊ ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒരു 3/4 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3/4 മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുത്ത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നോളും. ആ ഒരു സമയം നമുക്ക് ഈ ഒരു ടിന്നിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഇഷ്ടമുള്ള രീതിക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അളവുകൾ വെച്ചിട്ട് അതേപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.